നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തീപാറുന്ന മത്സരം നടക്കുന്ന കേരളത്തിലെ ഒരു നിയോജക മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് നിയോജക മണ്ഡലത്തെ മത്സരം ഇത്രയധികം ആൾക്കാരുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ മികവാണ്. അവിടെ നമുക്കറിയാം, കഴിഞ്ഞ 6 മാസമായി സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നത്. 1.5 വർഷം മാത്രം MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എന്ന ജില്ലയെ മനുഷ്യരുടെ മുന്നിൽ ഏറ്റവും അധികം നാണം കെടുത്തിയ MLA ആണ്. പാലക്കാടിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ നെൽ കർഷകരെ പറ്റി ഏറെ പറയാനുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ച് നോക്കിയാൽ സംഗീതജ്ഞരുടെ നീണ്ട നിരയുണ്ട്, പ്രശസ്തരുടെ നീണ്ട നിരയുള്ള ഒരു നിയോജക മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട്. പക്ഷേ പാലക്കാടിനെ ഇപ്പോൾ അറിയപ്പെടുന്നത് പെണ്ണുപിടിയന്മാരുടെ നഗരമായിട്ടാണ് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ സംശയിച്ചാൽ, ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം 1.5 വർഷം അവിടെ ഉണ്ടായിരുന്ന MLA സ്ത്രീ വിഷയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിച്ചത്. സ്ത്രീകളെ പീഡിപ്പിക്കുക, അവരെ ഗർഭിണികളാക്കുക, അബോർഷൻ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉണ്ടായിരുന്ന പല സ്ത്രീകളെയും ഇങ്ങനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദുരുപയോഗം ചെയ്ത് അവരുടെ ജീവനും ജീവിതവും എല്ലാം ഇല്ലാതാക്കി അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുത്തി ഇപ്പോൾ ഒളിഞ്ഞിരുന്ന് രാഷ്ട്രീയത്തിൽ പുറത്തു വരാൻ കഴിയില്ല, രാഷ്ട്രീയത്തിലേക്ക് വരാൻ കഴിയില്ല. പക്ഷെ കോൺഗ്രസ് ആയതുകൊണ്ട് നാണം കെട്ടും നിൽക്കാൻ കഴിയും. ആ തൊലിക്കെട്ടി അപാരമാണ്. അങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കേസൊക്കെ തീരുമ്പോൾ തിരിച്ചു വരാമെന്ന പ്രതീക്ഷയും കോൺഗ്രസുകാരനായി തുടരുന്നു എന്ന് പറയുന്നു. കോൺഗ്രസ് പുറത്താക്കി എന്ന് നാടകം കളിക്കുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങളുമായി VK ശ്രീകണ്ഠൻ അടക്കമുള്ളവർ തിരഞ്ഞ് പിടിച്ച് ആ അടൂരിലേക്ക് എത്തി. ഏതായാലും വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അങ്ങനെ ആ പ്രശ്നം ഒന്ന് ഒതുങ്ങി വരുമ്പോഴാണ് പാലക്കാട്ടിൽ വീണ്ടും വേറൊരു വിവാദം കൂടി ഉണ്ടാകുന്നത്. പാലക്കാട് ഈ പറയപ്പെടുന്ന MLA സന്തത സഹചാരിയായിരുന്ന ഒരു കൗൺസിലറുടെ അച്ഛനും ചേർന്ന് ഒരു SC/ST പെൺകുട്ടിയെ പീഡിപ്പിച്ചു അത്രേ. ഏതായാലും തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ട് പിണറായി വിജയന് ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ സമയമില്ല. ലവ് യു ടു ദി മൂൺ ആൻഡ് ബ്ലാക്ക് എന്ന കപ്പും പിടിച്ച് ആ പെൺകുട്ടിക്ക് വേണ്ടി പുറത്തു വന്നില്ല. നേരെ മറിച്ച് കേരളത്തിലെ സ്ത്രീപക്ഷപാതികളാരും ഉറഞ്ഞു തുള്ളിയില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്താണെങ്കിൽ അന്ന് തെരഞ്ഞെടുപ്പ് എടുത്തിട്ടില്ല. അവിടുത്തെ സ്ഥാനാർത്ഥി ചിത്രം വേറെയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു വലിയ പ്രകമ്പനമാണ് ഇവിടുത്തെ വനിതകളെല്ലാം ചേർന്നുണ്ടാക്കിയത്. നിങ്ങളുടെയൊക്കെ ഈ പറയപ്പെടുന്ന സ്ത്രീകളോടുള്ള സമീപനം ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന എക്കാലത്തെയും കേരളത്തിലെ മികച്ച വനിതാ സ്ഥാനാർത്ഥി, എക്കാലത്തെയും മികച്ച സ്ത്രീപക്ഷ നിലപാട് ഉയർത്തുന്ന സ്ത്രീ അവിടെ മത്സരിക്കുമ്പോൾ തീർച്ചയായും അവരെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു വേണ്ടത്. എന്നാൽ മറ്റുള്ളവരുടെ എല്ലാം പേര് ചേർത്ത് സ്ത്രീകളെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതോ സ്ത്രീപക്ഷ സംഘടനകളൊക്കെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചുവെങ്കിലും ശോഭാ സുരേന്ദ്രൻ എന്ന സ്ത്രീയെ അതിൽ ഉൾപ്പെടുത്തിയതേ ഇല്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ കൗൺസിലറും കൗൺസിലറിന്റെ അച്ഛനും ഒക്കെ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെയും അവിടുത്തെ ബാക്കി CPM-കാരന്റെയും കോൺഗ്രസുകാരന്റെ ഡീലാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായി, സ്ത്രീകളുടെ ഇടയിലെ ഏറ്റവും നല്ല മുഖമായി ശോഭാ സുരേന്ദ്രൻ സൂര്യശോഭയോടെ തെളിഞ്ഞു നിൽക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. പാലക്കാട് എന്ന നിയോജക മണ്ഡലത്തെ നാണം കെടുത്തിയ MLA അവിടെ ഉണ്ടാകരുത് എന്നായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സ്ത്രീജനങ്ങൾ അടക്കം എടുക്കേണ്ട നിലപാട്. ശോഭാ സുരേന്ദ്രന്റെ വിജയം ഉറപ്പായതോടുകൂടി പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായി വന്നത് അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് വന്ന ഏറ്റവും വലിയ ആരോപണം ഒരു കൗൺസിലറായ സ്ത്രീ അവിടേക്ക് കയറാൻ രമേശ് പിഷാരടിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസിൽ എല്ലാവരും ഇപ്പോൾ പെണ്ണുപിടിയന്മാരാണ്. സത്യം പറഞ്ഞാൽ പെണ്ണുപിടിയന്മാരെ വീട്ടിലേക്ക് കയറ്റാൻ ഒരു അമ്മ എന്ന രീതിയിൽ അവർ തടഞ്ഞതിനെ ആ രീതിയിൽ എനിക്ക് ന്യായീകരിക്കാനേ കഴിയുകയുള്ളൂ. കാരണം ഒരു സ്ത്രീ എന്ന രീതിയിൽ, 2 കുട്ടികളുടെ അമ്മ എന്ന രീതിയിൽ, 2 പെൺകുട്ടികളുടെ അമ്മ എന്ന രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആൾക്കാർ ആ നഗരത്തിൽ തന്നെ ചെല്ലുന്നത് തടയേണ്ടതാണ്. രമേശ് പിഷാരടി അങ്ങനെ ഒരാളാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. രമേശ് പിഷാരടി പ്രതിനിധാനം ചെയ്ത സിനിമയും ഒക്കെ നല്ലവരാണെന്ന് ചിന്തിക്കാനുള്ള കാരണങ്ങളും നമ്മുടെ മുന്നിലില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പേരുകൾ ഇന്നും പുറത്തു വരാത്തതുണ്ട്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല.
അപ്പോൾ രമേശ് പിഷാരടിയെ തടഞ്ഞു എന്നത് വലിയ പ്രശ്നമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവസാന ലാപ്പിൽ ഒരു ശ്രമമൊക്കെ നടത്തി നോക്കി. പക്ഷെ അതൊന്നും വില പോയില്ല. ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശോഭാ സുരേന്ദ്രൻ വിജയിച്ചാൽ കേരളത്തിലെ നിയമസഭയിൽ ഏറ്റവും പ്രതിരോധമുയർത്തുന്ന പെൺസിംഹമായി അവർ മാറുമെന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ വിജയിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ, സ്ത്രീകളുടെ വാക്കുകൾ ഉയർന്നു കേൾക്കാൻ, നിയമസഭയിൽ സ്ത്രീ ശബ്ദമായി മാറാൻ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുക തന്നെ വേണം. എന്റെ എല്ലാ പിന്തുണയും, ഭാരത് ലൈവിന്റെ എല്ലാ പിന്തുണയും ശോഭാ സുരേന്ദ്രന് ഞങ്ങൾ നൽകുകയാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളെന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതേപോലെ പ്രാധാന്യം അർഹിക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. അവർ അത്രയധികം ഒരു രാഷ്ട്രീയത്തിലെ വനിതകളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർ ഈ നിയമസഭയിൽ ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി ഇത്രയും വാക്കുകൾ ഈ ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകയായിട്ട് കൂടി ഞാൻ പറയുന്നത്.